വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുകെയിലെത്തി വർക്ക് വിസകളിൽ കഴിയുന്ന 10,000-കണക്കിന് പേരെ ബാധിക്കുന്ന വിസ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. യുകെയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഓപ്ഷനുകൾ തേടിയെത്തിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് അവരുടെ രാജ്യങ്ങളിലോട്ട് തിരികെ പോകേണ്ടി വരും. ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മറ്റ് വിസ കാറ്റഗറികളിലുള്ളവർക്കും ഗവൺമെന്റ് പുതുതായി നിശ്ചയിച്ചിരിക്കുന്ന ആനുവൽ സാലറിയോ മിനിമം അവർലി റേറ്റോ ഇല്ലെങ്കിൽ അവർക്കും വിസ പുതുക്കാൻ കഴിയാത്ത ക്രൈസിസ് തന്നെയാണ് രാജ്യത്ത് നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. ഇത് യുകെയിലെത്തിയിട്ടുള്ള 10,000-കണക്കിന് പേർക്ക് വലിയ പ്രതിസന്ധികൾ തന്നെ നൽകും. എല്ലാ മേഖലകളിലും കർശനമായ ചിലവ് ചുരുക്കൽ നടപടികളാണ് ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായി ബെനിഫിറ്റ് കട്ടുകൾ ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് നിലവിൽ വന്നതോടെ ഇത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്ന വിമർശനവും സ്വന്തം പാർട്ടിയിലെ എംപിമാർ നൽകുന്നു. പുതിയ നിയമങ്ങളനുസരിച്ച് 2 സിമ്പിളായ കാര്യങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. ഒന്ന്, യുകെയിലോട്ട് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അതിനായി വിദേശ റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നു. രണ്ടാമതായുള്ളത് യുകെയിൽ തന്നെയുള്ള വർക്ക് വിസയിൽ കഴിയുന്നവർക്ക് യുകെയിൽ തുടരാൻ കഴിയാത്ത പുതിയ സാഹചര്യങ്ങളുണ്ടായി. പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇപ്പോൾ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രസ്താവനകൾ ഇങ്ങനെയാണ്. രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്നത് ഏറ്റവും ഉയർന്ന തോതിലുള്ള മൈഗ്രേഷൻ ആണെന്നും അത് കുറയ്ക്കുന്നതിനു വേണ്ടി ഏത് കർശന നടപടികൾക്കും ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ നൽകുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ 9 ലക്ഷത്തിലധികം വരുന്ന നെറ്റ് മൈഗ്രേഷൻ പകുതിയിൽ താഴെയായി കുറയ്ക്കുക എന്ന പ്ലാനിലോട്ടാണ് ഗവൺമെന്റ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ യുകെയിലെ സാധാരണ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും യുകെയിൽ പഠിക്കാനെത്തിയവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും പുതിയ നിയമങ്ങൾ നടപ്പാക്കിയതിലൂടെ ഉണ്ടാവുക. പുതിയ നിയമങ്ങൾ നിലവിൽ വന്നതോടെ വിസ ആപ്ലിക്കേഷനുകളുടെ എണ്ണത്തിൽ 40% കുറവാണ് രേഖപ്പെടുത്തുന്നത്. പല വിസ കാറ്റഗറികളിലോട്ടും യുകെയിലോട്ട് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ, വിസ ആപ്ലിക്കേഷനുകളെല്ലാം കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രം വിസ അനുവദിക്കുന്ന പുതിയ രീതിയും നിലവിൽ വന്നു. അതിനു പുറമെ ഓരോ മാസവും രാജ്യത്തോട്ട് എത്തുന്നവരുടെ എണ്ണം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ മാസവും യുകെയിലോട്ട് എത്തുന്നവരുടെ എണ്ണം കൃത്യമായി വിലയിരുത്താനും ആവശ്യമെങ്കിൽ പല വിസ കാറ്റഗറികളിലും വീണ്ടും റിവ്യൂ ഏർപ്പെടുത്താനുള്ള തീരുമാനം കൂടിയാണ് നിലവിൽ വരുന്നത്. ഇപ്പോൾ ധാരാളം പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നഴ്സുമാരുടെയും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെയും കാര്യത്തിൽ എന്തുകൊണ്ടാണ് കർശന നിയമങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കിയത് എന്നുള്ളത്. ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾക്ക് ഗവൺമെന്റ് നൽകുന്ന ഫണ്ടിങ്ങിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകൾക്ക് മറ്റു വഴികളില്ല. പരമാവധി ജോലിക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് ചിലവ് ചുരുക്കുക എന്ന നടപടികളിലോട്ടാണ് NHS ഹോസ്പിറ്റലുകൾ കടന്നിരിക്കുന്നത്. മറ്റ് സോഷ്യൽ കെയർ മേഖലയിലും ഇതേ സാഹചര്യങ്ങൾ തന്നെയാണ് പൊതുവായി നിലനിൽക്കുന്നത്. രാജ്യത്തെ കെയർ ഹോമുകളിലും റെസിഡൻഷ്യൽ ഹോമുകളിലുമെല്ലാം ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന പുതിയ നാഷണൽ മിനിമം വേജ് അനുസരിച്ച് ഉയർന്ന സാലറി നൽകേണ്ട സാഹചര്യമുണ്ടായപ്പോൾ സാധാരണ കമ്പനികളെല്ലാം നഷ്ടത്തിലോട്ട് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും വന്നു. കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സാധാരണ കമ്പനികൾ നഷ്ടത്തിലോട്ട് നീങ്ങുന്നു എന്ന വിമർശനവും ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അധികം മലയാളികൾക്ക് യുകെയിൽ എത്താൻ കഴിഞ്ഞ പ്രധാന വിസ കാറ്റഗറികളാണ് നഴ്സുമാരുടെയും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടെയും. മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ധാരാളമായി യുകെയിലെ NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിലോട്ട് വന്നിരുന്നു. സ്റ്റുഡൻസ് ആണ് മറ്റൊരു പ്രധാന കാറ്റഗറി. ഈ വിസ കാറ്റഗറികളിലെല്ലാം ഗവൺമെന്റ് ഇപ്പോൾ കർശന നിയമങ്ങൾ നടപ്പാക്കിയതാണ് മലയാളികൾക്ക് യുകെയിലെത്താനും സെറ്റിൽ ചെയ്യാനും വലിയ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന യൂണിവേഴ്സിറ്റികളെല്ലാം പല കോഴ്സുകളും ഇല്ലാതാക്കി. ഇത്രയും നാളും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ആർക്കും യുകെയിൽ വരാൻ കഴിയുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിയിരിക്കുന്നു. 1 വർഷക്കാലത്തെ കോഴ്സ് എടുത്ത് യുകെയിൽ വരുന്നവർക്ക് കോഴ്സ് സക്സസ്ഫുൾ ആയി പാസ്സായാൽ മാത്രം യുകെയിൽ 2 വർഷക്കാലത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്. ആ ഒരു കാലഘട്ടത്തിലാണ് പലരും വർക്ക് വിസ കണ്ടെത്തുകയും യുകെയിൽ സ്ഥിരമായി നിൽക്കാനുള്ള ഓപ്ഷനുകൾ തേടിയിരുന്നതും. എന്നാൽ പുതിയ വിസ നിയമങ്ങൾ അനുസരിച്ച് യുകെയിൽ ഒരു വർക്ക് വിസ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ലേറ്റസ്റ്റ് സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. സാധാരണ കമ്പനികൾക്കൊന്നും ഇപ്പോൾ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഉയർന്ന ആനുവൽ സാലറി നൽകാൻ കഴിയാത്ത സിറ്റുവേഷനാണ് പൊതുവെയുള്ളതും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജോലിക്കാരെ നിയമിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലോട്ട് പ്രധാന കമ്പനികളും എത്തുന്നു. യുകെയിലെ പല NHS ഹോസ്പിറ്റലുകളിലും ഇപ്പോഴും ഷോർട്ടേജ് നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നഴ്സുമാരെ അപ്പോയിന്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം, ഇപ്പോൾ NHS ഇംഗ്ലണ്ട് നിർത്തലാക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിന് ശേഷം നിരവധി പേരാണ് ജോലി നഷ്ടപ്പെട്ട് NHS ഹോസ്പിറ്റലുകളിലോട്ട് ജോലിക്കായി ശ്രമിക്കുന്നത്. അതിൽ സീനിയർ നഴ്സുമാരുമുണ്ട്. അവർ പേഷ്യന്റ് കെയർ നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ NHS ഹോസ്പിറ്റലുകളിൽ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ NHS ഹോസ്പിറ്റലുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NHS ഇംഗ്ലണ്ടിന്റെ മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പേരാണ് NHS ഹോസ്പിറ്റലുകളിലോട്ട് ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഷോർട്ടേജ് കുറയ്ക്കുന്നതിന് ഹോസ്പിറ്റലുകളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള വിദേശ നഴ്സുമാർ അവർക്ക് 1 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ടെസ്റ്റുകളൊന്നുമില്ലാതെ നഴ്സുമാരാകാൻ കഴിയുന്ന നിയമം രാജ്യത്ത് നിലനിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പേരാണ് ഈ ഒരു ഓപ്ഷനിൽ നഴ്സുമാരായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നത് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ്. അവർക്ക് ജോലി നൽകുന്നതിന് പ്രയോറിറ്റി നൽകും. രാജ്യത്തുള്ളവർക്ക് പ്രയോറിറ്റി നൽകിയതിനു ശേഷം മാത്രം വിദേശ റിക്രൂട്ട്മെന്റുകൾ മതിയെന്ന തീരുമാനമാണ് ഇപ്പോൾ ഹെൽത്ത് കെയർ മേഖലയും ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുകെയിൽ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്താൽ അവർക്ക് പ്രിഫറൻസ് ലഭിക്കും. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്
ഉൾപ്പെടെയുള്ള ജോലികൾക്ക് UK ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലി നൽകാതെ വിദേശ റിക്രൂട്ട്മെന്റ് സാധ്യമാകാത്ത നിയമങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നതും. UK NMC അഥവാ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ രജിസ്റ്ററിൽ ഇപ്പോഴുള്ളത് 7,78,000-ലധികം പേരാണ്. 2010 ഇത് 2,28,000 മാത്രമായിരുന്നു. വലിയൊരു വർധനമാണ് നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും നഴ്സിംഗ് അസോസിയേറ്റുമാരുടെയും എണ്ണത്തിൽ രാജ്യത്തുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി നിയമനങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നുമായി ഹോസ്പിറ്റലുകൾ നടത്തിയത്. പ്രത്യേകിച്ചും കോവിഡ് ക്രൈസിസിന്റെ സമയത്ത് വൻതോതിൽ വിദേശ നിയമനങ്ങൾ നടത്തി. അനാവശ്യമായി വളരെയധികം അപ്പോയിന്റ്മെന്റുകൾ NHS ഹോസ്പിറ്റലുകൾ നടത്തി എന്ന വിമർശനങ്ങളുമുണ്ടായി. ആ സാഹചര്യത്തിലാണ് NHS ഹോസ്പിറ്റലുകളിൽ ഒരു വലിയ അഴിച്ചുപണി നടപ്പാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചത്. NHSൽ നടപ്പാക്കുന്ന വലിയ റീഫോം പ്ലാനുകൾ അനുസരിച്ച് അത്യാവശ്യമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അടച്ചുപൂട്ടുകയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആവശ്യമായ റീഅറേഞ്ച്മെന്റുകൾ നടത്താനും ഹോസ്പിറ്റലുകൾക്ക് നിർദ്ദേശം നൽകി. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും മെർജ് ചെയ്യാനും അത്യാവശ്യമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ക്ലോസ് ചെയ്യാനും തീരുമാനിച്ചത്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോലി ചെയ്യുന്നവരുടെ സമ്മർദ്ദം വർദ്ധിച്ചു എന്ന വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അത്തരമൊരു പ്ലാനുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയുമാണ്. ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിലും സ്റ്റാഫ് ഷോർട്ടേജ് നിലനിൽക്കുന്നുവെന്നും എന്നാൽ പുതുതായി നിയമനം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലോട്ടാണ് അവർ എത്തുന്നത്. ഇത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ UK ഓൾറെഡി വന്ന് 3 വർഷക്കാലത്തെ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെയാണ്. അവർക്ക് ജോലി ലഭിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതും. കഴിഞ്ഞ 1-2 മാസക്കാലമായി ജോലിക്കായി ശ്രമിച്ചിട്ട് ഇനിയും ജോലി കിട്ടാത്ത ധാരാളം പേരാണ് ഇപ്പോൾ UK NMCയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത ഇത്തരമൊരു സിറ്റുവേഷൻ UK മുൻപുണ്ടായിട്ടുമില്ല. അതേസമയം തന്നെ UK എല്ലാ ഹെൽത്ത് കെയർ മേഖലയിലും കെയർ ഹോമുകളിലും NHSലുമെല്ലാം കെയർ ക്വാളിറ്റി കമ്മീഷന്റെ പരിശോധനകളും ശക്തമാവുകയാണ്. ലങ്കാസ്റ്ററിലെ കെയർ ഹോമിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻ നൽകിയതിന്റെ പേരിൽ നഴ്സിന് രജിസ്ട്രേഷൻ നമ്പർ നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കാനും ആരംഭിച്ചു. ഇത് നിരവധി നഴ്സുമാർക്കാണ് രജിസ്ട്രേഷൻ നഷ്ടമാകാനും കാരണമായിട്ടുള്ളത്. ഇപ്പോൾ നിരവധി NHS ഹോസ്പിറ്റലുകളാണ് ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. റോയൽ ബെർക്ക്ഷയർ ഹോസ്പിറ്റൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പല NHS ഹോസ്പിറ്റലുകളും ജോലിക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് ചിലവ് ചുരുക്കൽ നടപടികളിലോട്ട് കടന്നിരിക്കുകയാണ്. 3% മുതൽ 11% വരെ ചിലവ് ചുരുക്കാൻ NHS ഹോസ്പിറ്റലുകൾ നിർബന്ധിതമായ പൊതുവായ സാഹചര്യങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ NHS ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത് ഒട്ടും കാര്യക്ഷമമല്ലാതെയാണെന്നും അതുകൊണ്ട് തന്നെ റീഫോം പ്ലാനുകൾ അനുസരിച്ച് സീനിയർ മാനേജ്മെന്റ് ലെവലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ NHS ഹോസ്പിറ്റലുകളിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് ഗവൺമെന്റ് തുടക്കമിട്ടിരിക്കുന്നതും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വാർഡുകളിലുമെല്ലാം ഈ ഒരു ചേഞ്ച് ആയിരിക്കും വരും ദിവസങ്ങളിൽ കാണാനാവുക. പ്രധാന ലക്ഷ്യം ചിലവ് ചുരുക്കുക തന്നെയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ചിലവ് ചുരുക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് സീനിയർ മാനേജ്മെന്റ് ലെവലിൽ ഡിസ്കഷൻ നടത്തി അത് നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കുന്നതും. പുതിയ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമ്പോഴും UK ഓൾറെഡി വന്നിട്ടുള്ള നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അവർക്കോ ഡിപ്പെൻഡൻസിനോ വിസ റിന്യൂ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ആനുവൽ മിനിമം സാലറി ഇല്ലെങ്കിൽ അവർക്ക് വിസ റിന്യൂ ചെയ്യാൻ കഴിയില്ലെങ്കിലും പല മാനേജ്മെന്റുകളും അവർക്ക് റിവ്യൂ ചെയ്ത കോൺട്രാക്ട് നൽകുകയും വിസ റിന്യൂ ചെയ്യാനുള്ള സൗകര്യവും നൽകുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഓപ്ഷനിൽ അവർക്ക് UK തുടരുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ആണ് UK നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ UK നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഒരുപക്ഷെ 2-3 വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിച്ച് NMCയുടെ രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം ജോലി ലഭിക്കാത്ത നിരവധി പേരാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കാൻ എത്തുന്നവർക്ക് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ജോലി ലഭിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. മറ്റ് 1 ഇയർ കോഴ്സുകൾ എടുത്ത് UK വരുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ കോഴ്സിന് ശേഷം 2 വർഷക്കാലം UK തുടരാമെന്നതിനപ്പുറത്ത് അവർക്കൊരു വർക്ക് വിസ കണ്ടെത്തി UK തുടരുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും വരും വർഷങ്ങളിലും ഉണ്ടാവുക. നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് വിസ നിയമങ്ങളിൽ വീണ്ടും ഒരു ഇളവ് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ധാരാളം പുതിയ തീരുമാനങ്ങളും പ്ലാനുകളുമാണ് ഗവൺമെന്റ് ഓരോ ദിവസവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.